ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പോകാനുള്ള സമയം ഇങ്ങനെ ഡേ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം കൂടെ ഉള്ളൂ, നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പൊതിച്ചോറ് കഴിക്കണം എന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി അത് ഇന്നത്തേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, അപ്പോൾ പൊതിച്ചോറിനുള്ള എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ചിക്കനാണ്, ചിക്കൻ ഡ്രൈ ആക്കി എടുത്തത്. പിന്നെ മുട്ട, ഇത് കൂർക്ക മെഴുക്കുവരട്ടി, പിന്നെ ഇത് നമ്മുടെ തേങ്ങാ ചമ്മന്തി, പിന്നെ ഫിഷ് ഫ്രൈയും. ചോറ് അപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചീമച്ചക്ക തോരനും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ പൊതി കെട്ടാൻ പോകുന്നത്. ഗൈസ്, മമ്മിയെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ആർക്കുള്ളതാ മമ്മി? ഡാഡിക്കുള്ളത്. ആദ്യം കുറച്ച് ചോറ്, ചമ്മന്തി വെച്ചു ആദ്യം. പിന്നെ അടുത്തത് കൂർക്ക മെഴുക്ക് വരട്ടി, ഇനി അടുത്തത് ഒരു ഫിഷ് ഫ്രൈ, പിന്നെ കുറച്ച് ചിക്കൻ. കൂട്ടാൻ ഒരുപാട് വേണം, എന്നാല് പൊതിച്ചോറ് കഴിക്കാൻ. കൊഞ്ചും കൂടെ ഉണ്ട്, അത് നമ്മൾ ഇതിൽ വെക്കുന്നില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുവാണ്. അപ്പോൾ ചിക്കൻ വെച്ചു. ഇനിയും മുട്ട ഓംലേറ്റ്. ഓക്കെ, പിന്നെന്താ മെനു? ചീമച്ചക്ക തോരൻ, കടച്ചക്ക എന്ന് ചില സ്ഥലത്ത് പറയും. നമ്മളിവിടെ പറയുന്നത് ചീമച്ചക്ക തോരനും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പൊതിച്ചോറിനകത്തിലെ. ഇനിയും അച്ചാറൊന്നും വെക്കുന്നില്ലേ? എല്ലാം കൂടെ വേണ്ട കഴിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡാഡിക്ക് എല്ലാം കൂടി ഹെവി ആക്കി വെക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഗൈസ്. അപ്പം ഇനി എൻ്റേതാണ് മമ്മി ചെയ്യാൻ പോകുന്നത്. മമ്മി ഒത്തിരി ചോറ് വേണ്ട കേട്ടോ. മതി. തിരിച്ചു ചെന്നിട്ട് വേണം ഡയറ്റൊക്കെ ഒന്ന് നോക്കാൻ. ഓക്കെ, കൂട്ടാനൊക്കെ കൂടുതൽ ഇട്ടോ, കുഴപ്പമില്ല. ചോറ് മാത്രം കുറച്ച് മതി. ചമ്മന്തി വേണമെങ്കിൽ തരാം. കൂർക്ക സാധാരണ ഉരുളക്കിഴങ്ങാണ് വെക്കേണ്ടത്, പക്ഷെ നമ്മൾ വെറൈറ്റിക്ക് കൂർക്ക. കുഴപ്പമില്ല, നല്ല മണമാണ് കൂർക്ക. കൂർക്ക നല്ലതാണ്, എനിക്കിഷ്ടമാണ് കൂർക്ക. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ചിക്കന്. എല്ലാം കൂടെ കൂട്ടാൻ പാടില്ല, ഇനി കുഞ്ചു വറക്കാൻ കിടക്കും. ഓംലെറ്റ് തകർത്തു. ഫിഷ് വെച്ചില്ല, ചീമച്ചക്ക തോരനും. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. ഓക്കെ, എല്ലാം ആയല്ലോ. ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് കെട്ടാം. ഇനി അച്ചാർ വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുത്തോണം. എല്ലാവരും എല്ലാം കൂടി ഇലയ്ക്കകത്ത് ഒന്നാതെ സ്ഥലം. ഇലയ്ക്ക് ക്ഷാമം. ഇലയെന്നപ്പോൾ എല്ലാം ചെറിയ ഇലയാണ്. ഇങ്ങോട്ട് നോക്കിയേ. ഹായ്. ഓക്കെ ഓക്കെ, നമ്മുടെ 3 പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്ക് നമ്മൾ എടുത്തിട്ടില്ല, ബിക്കോസ് അവർക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ അവർക്ക് ഇഷ്ടം. അപ്പം ഞങ്ങളുടെ 3 ആളുടെയും പൊതിച്ചോറ് റെഡി. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഈ പൊതിച്ചോറ് റെഡിയായി, ഞാനും റെഡിയായി. എനിക്ക് പറയാനുള്ളൂ, രാവിലെ തുടങ്ങിയതാ. മമ്മി കംപ്ലൈന്റ്സ് പറയുമ്പോ ഗൈസ്, അത് നമുക്ക് കേൾക്കണ്ട. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാ. 2 കിലോ കൊഞ്ച് പൊളിച്ചു, 1.5 കിലോ ചീമെന്താ കൂർക്ക
കൂർക്ക ചിരണ്ടി ജോലിയാണോ? ആണോ? കമന്റ് ബിലോ ഗൈസ്. കമന്റ് ബില്ലോ ഒന്നുമല്ല. ഇവർക്ക് പൊതിച്ചോറ് റെഡി ആയപ്പോൾ സന്തോഷമായി. ഞാനും അതുപോലെ Happy. പരുവമായി. ഞാൻ പൊന്നിച്ചേരം കിടക്കാൻ പോവാ. പൊതിച്ചോറ് റെഡി, ഞാനും റെഡിയായി. ഞാനും റെഡി ഗൈസ്. ഞങ്ങൾ പൊതിച്ചോറ് കഴിക്കാൻ പോവാണ്. ഒരു സെറ്റ് ആൾക്കാർ കഴിച്ചിട്ട് പോയി, അടുത്ത സെറ്റ് മമ്മി കഴിക്കുന്നു, ഞാൻ കഴിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ പൊതിച്ചോറ്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ടാൻ 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 ടടൻ ടേൻ, നമ്മുടെ പൊതിച്ചോറ്. ചമ്മന്തി ചമ്മന്തി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. ഇതെന്താ? ചീമച്ചക്ക തോരൻ, പ്രോൺസ്. പ്രോൺസ് എനിക്ക് പ്രോൺസ് വലിയ താല്പര്യമില്ല, 1-2 കഷ്ണങ്ങളെ കഴിക്കുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചത്. ഓക്കെ, നല്ല അടിപൊളിയാണ്. സൂപ്പർ. കറിയൊന്നും വേണ്ട നമുക്ക്, ഇതെല്ലാം കൂടി ഇട്ട് ഇറക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അയ്യോ ഭയങ്കര ഹെവി ആയിരുന്നു. സാധാരണ ഞാൻ അങ്ങനെ ചോറൊന്നും കഴിക്കത്തില്ലേ, എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ചോറ് കഴിക്കുള്ളൂ. ഇപ്പോൾ ഇന്നിപ്പോൾ ചോറും ഇത്രയും കൂട്ടാനും എല്ലാം കൂടി കഴിച്ചപ്പോൾ ഭയങ്കര ഫുള്ളായി. ഇനി തിരിച്ച് അബുദാബിയിൽ എത്തിയിട്ട് വേണം ഗൈസ് ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു കുട്ടി പൊതിച്ചോറ് വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയില്ലേ, അപ്പോൾ അതൊക്കെ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കലേ, ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചുപൊളിച്ചിരിക്കുക. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.